ജസ്ന തിരോധാന കേസിൽ തുടരന്വേഷണം പ്രഖ്യാപിച്ച് കോടതി. തിരുവനന്തപുരം CJM കോടതിയുടേതാണ് ഉത്തരവ്. ജസ്നയുടെ പിതാവിന്റെ ഹർജിയിലായിരുന്നു നടപടി. പിതാവ് നൽകിയ പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ഉത്തരവിട്ടു. ജസ്ന മരിച്ചെന്നോ ജീവിച്ചിരിക്കുന്നെന്നോ സ്ഥാപിക്കുന്ന ഒരു തെളിവുകളും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നാണ് CBIയുടെ വാദം. എന്നാൽ CBI പല കാര്യങ്ങളും അന്വേഷിച്ചിട്ടില്ലെന്നും ഇത് സംബന്ധിച്ച തെളിവുകൾ തന്റെ കൈവശമുണ്ടെന്നും കാണിച്ച് പിതാവ് ജെയിംസ് തടസ്സ ഹർജി സമർപ്പിക്കുകയായിരുന്നു. ജസ്നയുടെ അജ്ഞാത സുഹൃത്തിനെ കുറിച്ചുള്ള തെളിവുകൾ നൽകിയെന്നാണ് ജെയിംസിന്റെ വാദം. തെളിവുകൾ നൽകിയാൽ തുടരന്വേഷണമാകാം എന്നാണ് CBI കോടതിയെ അറിയിച്ചത്. ജസ്ന ഗർഭിണിയല്ലെന്നും രക്തം പുരണ്ട വസ്ത്രം കണ്ടെത്തിയിട്ടില്ലെന്നും CBI കോടതിയിൽ പറഞ്ഞിരുന്നു. ചില പ്രധാന കാര്യങ്ങൾ CBI അന്വേഷിച്ചിട്ടില്ലെന്നും കേസ് ആദ്യം അന്വേഷിച്ച ഉദ്യോഗസ്ഥരുടെ മൊഴി CBI രേഖപ്പെടുത്തിയിട്ടില്ലെന്നുമായിരുന്നു ജെയിംസിന്റെ വാദം. ഇത് CBI തള്ളുകയായിരുന്നു. 2018 മാർച്ച് 22-നാണ് കാഞ്ഞിരപ്പള്ളി SD കോളേജിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയായ ജസ്ന മരിയ ജെയിംസിനെ എരുമേലിയിൽ നിന്ന് കാണാതായത്. അടുത്ത ദിവസം എരുമേലി പോലീസ് സ്റ്റേഷനിൽ വീട്ടുകാർ പരാതി നൽകിയിരുന്നു. 2021 ഫെബ്രുവരിയിൽ ഹൈക്കോടതിയാണ് കേസ് CBIക്ക് കൈമാറിയത്.